വിചാരിച്ചാലും ഈ നിശ്ചയം മുടക്കാൻ പറ്റില്ല. ഇല്ല രോഹിത, ഈ നിശ്ചയം മുടങ്ങും. എന്റെ കുഞ്ഞേച്ചി ഒന്ന് വന്നോട്ടടി. എന്റെ ദേവി, എല്ലാം നേരെയാക്കി തരണേ. എല്ലാം നേരെയാവും ശാരദേ. നടക്കുമോളെ. പ്രാർത്ഥന മാത്രം പോരാ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനുഷ്യന്മാര് കൂടി ചെയ്യണം. അപ്പോഴല്ലേ ദൈവത്തിന് ഇടപെടാൻ പറ്റൂ. എല്ലാത്തിനും ഒരു ദൈവാധീനം കൂടി വേണം ഗോപാലട്ടാ. ഇപ്പൊ ഇതൊക്കെ നടക്കുന്നതും ദൈവനിയോഗം കൊണ്ട് തന്നെയാ. അപ്പൊ ഇത്രയും നാളും ഇവിടെയും വിഷ്ണുവിനെ അകറ്റി നിർത്തിയത് ആരാ ശാരദേ? ദൈവമോ അതോ മനുഷ്യന്മാരോ? കണ്ടോ ശാലിനി, അച്ഛൻ്റെ ഒരു കാര്യം. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ദൈവത്തെ തേടി കുറെ വർഷം ഹിമാലയത്തിലും കാശിയിലും ഒക്കെ അലഞ്ഞു തിരിഞ്ഞതാ ശാരദേ. ഓരോ ജീവിതവും നിയന്ത്രിക്കുന്നത് ദൈവമല്ല, മനുഷ്യന്മാര് തന്നെയാന്നാ എനിക്ക് മനസ്സിലായത്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ ദൈവത്തെ പഠിച്ചിട്ട് എന്ത് കാര്യം? തൽക്കാലം നമുക്ക് ഈ ചർച്ച വാർത്താ ചാനലിന്റെ 8 മണി ചർച്ചയ്ക്ക് വിടാം. ഞാൻ ഇറങ്ങട്ടെ. അയ്യോ മോളെ, രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണം. അമ്മേ, അനുഗ്രഹിക്കണം. മോളെ, അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ട് മോളെ. ഒരുപാട് വലിയ പരീക്ഷകൾ എഴുതാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയിട്ടുണ്ട് മോള്. പക്ഷെ മോളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷയായത്. ഇതിൽ മോള് ജയിച്ചു കാണണം. അവൾ അതിൽ ജയിക്കും ശാരദേ. അർഹിക്കാത്തതൊന്നിന് അവകാശം ഉന്നയിച്ചു പോവുകയല്ലല്ലോ അവള്. അവളിൽ നിന്ന് കവർന്നെടുത്തത് തിരികെ ആവശ്യപ്പെട്ടു പോവുകയല്ലേ? അച്ഛാ, എല്ലാം നന്നായി വരും മോളെ. അതിന്റെ സൂചനകള് നിന്റെ മുഖത്ത് തന്നെയുണ്ട്. എത്ര കാലമായി എന്റെ കുട്ടി ഇങ്ങനെ മനസ്സ് തുറന്നു ചിരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്തിട്ട്. മോളെ, രാഹുകാലം ചെല്ല്. ഇനി രാഹുവിനെയും കേതുവിനെ ഒന്നും പണക്കണ്ട. നീ വാ. ദേവി കാക്കണേ. ഇല്ല, മാഡം എന്ന ഒരു പ്രോഗ്രാമിലും പങ്കെടുക്കുന്നില്ല. കാരണം എന്താണെന്നോ, മാഡത്തിന് പേഴ്സണലായി വേറെയും ചില തിരക്കുകളുണ്ട്. അതെന്താണെന്ന് നിങ്ങളോട് വിശദീകരിക്കാൻ താല്പര്യമില്ല. റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികമല്ലേ, അടുത്തുള്ള സ്കൂളിന്റെ ഹെഡ് മാഷിനെ വിളിച്ച് നിലവിളക്ക് കൊളുത്തിക്ക്. ഒരൊറ്റ എണ്ണത്തിന് മര്യാദയില്ല. മാഡത്തിന് പറഞ്ഞാൽ മതിയല്ലോ. ആളും തരവും നോക്കാതെ എല്ലാം കയറി ഏറ്റോളും. കളക്ടർക്ക് വേറെ ജോലിയില്ലെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. ഈ ജില്ലയ്ക്കാകെ ഒരു കളക്ടറല്ലേ ഉള്ളൂ. ഈ രാജ്യത്തിനാകെ ഒരു പ്രധാനമന്ത്രിയല്ലേ ഉള്ളൂ രാമേട്ട. പ്രധാനമന്ത്രിയാണോ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക ഉദ്ഘാടനം ചെയ്യുന്നത്? ചിരിക്കണ്ട. ഇന്ന് വണ്ടിയെടുത്ത നേരെ സത്യാമ്മയുടെ വീട്. വേറെ എങ്ങോട്ടും വിടണ്ട. ഇനി മാഡം തന്നെ പറഞ്ഞാലും. ഓ, വിട്ടാലേ എന്റെ വിധം മാറും. പറഞ്ഞേക്കാം. ഓ. അമ്മേ, എന്നാ ഞാൻ പോയിട്ട് വാ. അച്ഛാ, പോയി വാ.
ഇനി എല്ലാം നന്നാവും ശാരദ. കുടുംബശ്രീക്ക് മേലെയുള്ള കാർമേഘങ്ങൾ ഒഴിഞ്ഞു. ചെറുപുഞ്ചിരിയിന്നലെ ഇതൾ വാടി വീണൊരു പാതയിൽ മിഴികൾ തിരയുന്നുവോ കാൽപ്പാടുകൾ വീണ്ടും ഏലം കാറ്റിന്റെ നെഞ്ചോരം കുളിരിത്തിരി പകരാതെ ഈ വഴിയോരം വന്നിന്നെങ്ങോമായിരുന്നു. തരിവളയുടെ കിലുകിലും തേടും കാതിൽ ഏതോ കണ്ണീർ പൂ വീഴും നേർത്ത നാദം കേട്ടോ. ഇടവഴികളിലെവിടെയോ വീണ്ടും ചെല്ലും നേരം ഇളം മുള്ളു കൊള്ളും ഓർമ്മ നീറുന്നു. തീരാ മൗനം ഈറക്കണ്ടിൽ ഉള്ളിൽ ചേർത്ത് ആശാനാളം താഴുന്നല്ലോ. പകലോടത്ത് മുഖമേകുവാൻ മടി തോന്നിയോ നിറത്തിങ്കൾ മെല്ലെ വാതിൽ ചാരുന്നു. സരോജ മെമ്പറോ? എന്തെങ്കിലും വള്ളിയായിരിക്കും, വിട്ടേക്ക്. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. മാഡം ഒന്ന് ഫോൺ എടുക്കണേ. മാഡം പ്ലീസ്, ഞാനാ പറയുന്നത്. മാഡത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടൊരു മുഹൂർത്തം ഇത്. അതിനിടെ മറ്റു വല്ലവരുടെയും പ്രശ്നങ്ങളൊന്നും വലിച്ച് തലയിക്കേറ്റി വെക്കണ്ട. അനു, എന്നാലും നമുക്ക് ഒരെന്നാലും ഇല്ല മാഡം. ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കേണ്ടത് പോലീസാണ്. അവർക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ ഇടപെട്ടാൽ മതി കളക്ടർ. അതിനൊക്കെ സാവകാശമുണ്ട്. മാഡം ഒരു മജിസ്ട്രേറ്റാ. ഇവർക്കൊക്കെ മാഡത്തിന്റെ നമ്പർ കൊടുക്കുന്നത് തന്നെയാ കുഴപ്പം. ആ, തീർന്നല്ലോ, സമാധാനായി. ഇനി ആ ഫോണൊന്ന് മാറ്റി വെച്ചേക്കോ, കുറച്ച് സമയം തൊടണ്ട. ഇത് വലിയ സ്വൈര്യക്കേടായല്ലോ. ഹലോ. ഹലോ മാഡം. ഏത് മേഡം അടി ഞങ്ങളെ ഉലത്താൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പോകുന്നത്? മര്യാദയ്ക്ക് ഫോൺ. നീ ഫോണെ കുത്തി അങ്ങ് വിളിച്ചാ ഞാനങ്ങ് തീർന്നു പോകുന്ന കരുതിയിട്ടൊന്നും അല്ലടി ഞാനിത് പിടിച്ചു വാങ്ങിയത്. തൽക്കാലം ഫോണിലുള്ള കളി വേണ്ടാന്ന് കരുതിയിട്ട് മാത്രമാ. ഈ നിൽക്കുന്ന ശവങ്ങളെയും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങാൻ നിനക്ക് ഞാൻ 5 മിനിറ്റ് സമയം തരുവാ. അതിനുള്ളില് ഈ പിള്ളേരെയും പെരുങ്ങണികളെയൊക്കെ വാരി കൂട്ടി സ്ഥലം വിട്ടണം.
ഞങ്ങൾക്ക് അധികം സമയമില്ല. നടക്കില്ലടാ. ഞങ്ങളുടെയൊക്കെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം അത് നടക്കാൻ പോകുന്നില്ല. നിന്റെയൊക്കെ കൊക്കിന് ജീവൻ വേണമെന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ലടി. ഉയരെടുത്ത ശീലം അത് ഞങ്ങൾക്കൊരു ഹരം കൂടിയാ. വലിയ കണ്ണീരും കയ്യൊന്നും വേണ്ടെന്ന് മുതലാളിമാര് പറഞ്ഞതുകൊണ്ട് മാത്രമാ. അല്ലെങ്കിലേ ഇതൊക്കെ കൂടി വാരിക്കൂട്ടി കത്തിക്കാനേ പോൾസിനെ 10 മിനിറ്റ് തികച്ചു വേണ്ട. നീ വിചാരിക്കുന്നത് പോലെ ചെറിയ പെട്ടിക്കട ബിസിനസ് നടത്തുന്നവരല്ല അമിത് ഗ്രൂപ്പ്. ഈ സംസ്ഥാനമല്ല, രാജ്യം തന്നെ നിയന്ത്രിക്കുന്നത് അവരുടെ പണമാണ്. അവരെ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങിക്കോണം. നീയൊക്കെയല്ല, ഏത് വലിയ മുതലാളിമാരെയാണെങ്കിലും അവരിറക്കും. പിന്നെ ഈ കോളനി കിടന്ന് നുരയ്ക്കുന്ന പുഴുക്കളായ നീയൊക്കെ എന്തൊക്കെ ഓഫറാ നിങ്ങൾക്കൊക്കെ മുന്നിൽ കമ്പനി വെച്ചത്? ഇതിന് പകരം വേറെ സ്ഥലവും വീടും തരാന്ന് പറഞ്ഞില്ലേ? ദേ, അവരിവിടെ മര്യാദയ്ക്കൊരു ഫ്ലാറ്റ് കെട്ടിക്കോട്ടെ. നീയൊക്കെ ഒന്ന് മാറിക്കൊടുക്ക. മനസ്സിലടാ, തലസ്ഥാന നഗരത്തിലെ കോടികളുടെ വിലയുള്ള മണ്ണിലാ ഞങ്ങൾ ഉറങ്ങുന്നത്. അത് കൊടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോയി സ്ഥലം വാങ്ങിച്ച് കൃഷി ചെയ്ത് ജീവിക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഞങ്ങളുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാർ ഉറങ്ങുന്ന മണ്ണായതുകൊണ്ടാ അര പട്ടിണിയിലും മുണ്ടു മുറുക്കി കൊടുത്ത് ഇവിടെ കഴിയുന്നത്. പിന്നെയല്ലേ അപ്പയാവണക്കും ചുണ്ടയും പോലും നട്ടാക്കുരുക്കാത്ത പാറപ്പുറത്ത് നിന്റെയൊക്കെ കമ്പനി അളന്നു മുറിച്ചു തന്ന സ്ഥലം. പറഞ്ഞ മനസ്സിലാവില്ലേ നിനക്ക്? ഞങ്ങൾ ഈ മണ്ണി തന്നെ ജീവിക്കോടാ. ഇനി അത് ദേവേന്ദ്രൻ ഇറങ്ങി വന്ന് പറഞ്ഞാലും. നീയൊന്നും ജീവിക്കത്തില്ലടി. കമ്പനി പറയുന്നത് കേട്ടില്ലാന്നുണ്ടെങ്കിൽ ചത്ത് കെട്ട് മണ്ണടിയും. കൂട്ടത്തിലൊരു കുഞ്ഞിനെ പഴമ്പായിൽ പൊതിഞ്ഞു കെട്ടി തെക്കോട്ടെടുത്തിട്ടെ ദിവസങ്ങൾ അധികം ആയില്ലല്ലോ. അങ്ങനെ ഓരോന്നിനെ ആയിട്ട് അങ്ങോട്ടെടുക്കും. സർക്കാരെ പൊതുശ്മശാനം പണിതിട്ടിരിക്കുന്നത് ചുമ്മാതല്ല. ദേ, ഈ നിൽക്കുന്ന ഓരോന്നിനെ ആയിട്ട് കൊന്നൊടുക്കോടി. ലോറി കയറി ചാവുന്ന പട്ടിയില്ലേ, അതിന്റെ ഒന്നും വില പോലും കിട്ടത്തില്ലടി മൂക്കൊലിപ്പിച്ച് നടക്കുന്ന ഈ ഞാവാലുകൾക്ക്. എന്ത് പറഞ്ഞാ നായ? വേണ്ടടാ, അത്രയ്ക്കായോടി നീ? വിളിക്കടി. ഇനി ആരെന്ന് വെച്ചാ നീ വിളിക്ക. നിന്റെ ഒരു കളക്ടർ കൊച്ചമ്മ ഉണ്ടായിരുന്നല്ലോ, അവരെയോ അവരുടെ മൂത്തമ്മയോ ആരെന്ന് വെച്ചാ നീ വിളിയടി. ഈ ചൈന കോളനി ഒഴിപ്പിക്കുമെന്ന് പോൾസൺ തീരുമാനിച്ചാ അത് ഒഴിപ്പിച്ചിരിക്കും. പോൾസനെ ഞൊട്ടാൻ വരുന്നത് ആരാണെന്ന് ഞങ്ങൾക്കൊന്ന് കാണണം. പിടിക്കടി, വിളിക്കടി. അവളൊരു മെമ്പർ. തീർത്തരാടി നിന്റെ അഹങ്കാരം. ബാലേന്ദ്രൻ സാർ വരുന്നു. എന്ത് തോന്നിയ ദിവസമാണ് നീക്ക് അവിടെ കാണിക്കുന്നേ? നിനക്കൊക്കെ കയറി നിരക്കാനുള്ള സ്ഥലമാണെന്നാണോ കരുതിയിരിക്കുന്നത്? സാറേ, ഞാൻ പിന്നെ ഞാനൊക്കെ കതറിട്ടോട് നടക്കുന്നതിനാ ചെരക്കാനെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടെങ്കിലേ അത് പറഞ്ഞു തീർക്കണം. ഇവരൊക്കെ മാറടാ.
ബാലേന്ദ്രന്റെ ആൾക്കാരാ. തൊട്ടാ നീ വിവരം അറിയേ. സാറേ ഇവന്മാര് എല്ലാം എനിക്കറിയാം. പരിഹാരം ഉണ്ടാക്കാം. ഇങ്ങനെയാണോടോ ഒരു കാര്യം ചെയ്യുന്നത്? നിനക്കൊക്കെ വകതിരിവെന്ന് പറഞ്ഞ സാധനമുണ്ടോ? ആ കണ്ടില്ലേ, ദേ കുഞ്ഞുങ്ങൾ വരെ പേടിച്ചു പോയി. പാവങ്ങള്. മോള് പേടിച്ചു പോയോ? സാരമില്ല കേട്ടോ. ബാലേന്ദ്രമാമൻ പരിഹാരം ഉണ്ടാക്കാം. മാമമ്മോക്ക് പുതിയ കളിപ്പാട്ടം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ദേ അതെന്താ നോക്കിയേ. മോളെ, ഈ കുഞ്ഞു JCB കളിപ്പാട്ടം വെച്ച് കളിച്ചിട്ടല്ലേ ഉള്ളൂ. ആ അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നുള്ളത് മോക്കിപ്പ കൺമുന്നിൽ വെച്ച് കാണാം. നമ്മുടെ ഈ സട്ടിയൊക്കെ അപ്പടം വെച്ച് പൊടിക്കത്തില്ലേ? ആ അതുപോലെ JCB കൊണ്ട് വീട് പൊളിക്കുന്നത് എങ്ങനെയെന്ന് മാമൻ കാണിച്ചു. അതും നിങ്ങളുടെ സ്വന്തം വീടുകള്. ഹായ് JCB. ബാലേന്ദ്ര സാറേ. ആ സോറി മെമ്പറേ, ഈ ചൈന കോളനിയിൽ നിന്ന് നിങ്ങൾ ഒഴിപ്പിച്ചു കൊടുക്കാന്ന് അമിത് ഗ്രൂപ്പിന് വാക്ക് കൊടുത്തതേ ഞാനാ. ഒരധികാര ദല്ലാളെന്ന നിലയിൽ അതിനു വേണ്ടി ഒഴുക്കേണ്ടതെല്ലാം പണവും ഒഴുക്കി. ഇനി ഇവിടെ നിന്ന് ഒഴിഞ്ഞു തന്ന് നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണം. മാഡം ഫോണിൽ തന്നെ. ഈ ഫോണല്ലേ പ്രശ്നം? ഇതാ കഴിഞ്ഞു. സോറി മാഡം. ഒരു കളക്ടറിന്റെ അടുത്ത് പേഴ്സണൽ അസിസ്റ്റന്റ് ഇങ്ങനെ അമിത സ്വാതന്ത്ര്യം എടുക്കാൻ പാടില്ല. പക്ഷെ ചുരുങ്ങിയ കാലത്തെ പരിചയമുള്ളൂവെങ്കിലും മാഡം എന്റെ സഹോദരി പോലെയാ. ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാഡത്തിന് എനിക്കെതിരെ അച്ചടക്ക നടപടിയോ സസ്പെൻഷനോ ആവാം. എങ്കിലും എനിക്കത് ചെയ്തേ പറ്റൂ. മാഡത്തിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് കരുത്. അതല്ല അനുപല്ലവി, ചൈന കോളനിയിൽ വലിയ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്. 1 മിനിറ്റ് മാഡം. ഹലോ. ACP അല്ലേ? അതെ. ഇത് കളക്ടറുടെ ഓഫീസിൽ നിന്നാണേ. പറയണം മേഡം. അവിടെ ചൈന കോളനിയിൽ എന്തോ പ്രശ്നം നടക്കുക. നിയമവിരുദ്ധമായിട്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പാടില്ല മേഡം. ഇത് കളക്ടറുടെ ഉത്തരവാണ്, മനസ്സിലായല്ലോ? മനസ്സിലായി മേഡം. എനിക്ക് ശരി. ഇപ്പൊ തന്നെ നടപടി എടുക്കാം മേഡം. ഇത്രയേ ഉള്ളൂ മാഡം പ്രശ്നം. വാടോ. ചൈന കോളനിലേക്ക് പോകണോ മോളെ? ഇവിടുന്ന് കുറച്ചു ദൂരമേ ഉള്ളൂ. രാമേട്ട പറയുന്നതനുസരിച്ചാ മതി. സത്യമ്മയുടെ വീട്ടിലേക്ക് പോട്ടെ കാറ്. അപ്പോ മനസ്സിലായല്ലോ ഈ ബാലചന്ദ്രൻ ആരാണെന്ന്.
എന്താ ബോസ് സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കളക്ടറുടെ ഓഫീസിൽ നിന്നാണ് വിളിച്ചത്. നിർത്ത്. എന്നിട്ട് അവളെന്താ പറഞ്ഞത്? കാശിന് മീതെ കളക്ടർ പറക്കുവോ ബാലേന്ദ്ര? ചൈന കോളനി പൊളിക്കാൻ ശാലിനി മേഡത്തിന്റെ വക പച്ചക്കുടി. എടാ വാടാ മക്കളെ അങ്ങോട്ട്. നീ അങ്ങോട്ട് പൊളിക്ക് ബാലേന്ദ്ര, പൊളിച്ചടുക്ക്. ഒരു പട്ടിയും ചോദിക്കാൻ പറ്റത്തില്ല.